മാണി കുറ്റവാളിയാണെന്ന നിലപാട് എക്സൈസ് മന്ത്രി കെ ബാബുവാണ്. ഓക്കെ, കെ എം മാണി അതിൽ കുറ്റക്കാരനാണെന്ന നിലപാട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അത് അന്വേഷണം നടക്കട്ടെ. അല്ല, നിങ്ങളന്ന് ആരോപിച്ചാണ്, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് അന്വേഷണ ഘട്ടത്തിൽ ആരോപണം ഇല്ലേ ലിജീഷ്? ഇപ്പൊ ആരോപണം ഇല്ലേ? ഉണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങളുടെ മദ്യനയത്തിൽ UDF സമൂലമായ അഴിമതി നടത്തി തന്നെയാണ് ആരോപണം. ആരൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പുറത്തു വരേണ്ടതാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കെ എം മാണി കൈക്കൂലി വാങ്ങിയില്ലേ? അത് അന്വേഷിച്ച് പുറത്തു വരണം. ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ കോഴമാണി എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ആരോപണം ഉണ്ടോ ഇല്ലെന്നാണ് എന്റെ ചോദ്യം. ഉണ്ട്. UDFന്റെ ഭരണകാലത്ത് വൻ അഴിമതി നടന്നു എന്നുള്ള ആരോപണം ഞങ്ങൾക്കുണ്ട്. മാണി കോഴ വാങ്ങിയോ? അതാണ് UDFന്റെ ഭാഗമായിരുന്നവർ അന്ന് കോഴ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അന്ന് ആരൊക്കെയാണ് ഈ പറയുന്ന കോഴ വാങ്ങിയതും തട്ടിപ്പ് നടത്തിയതെന്നൊക്കെ അന്വേഷണത്തോടെ പുറത്തു വരട്ടെ. അല്ല, നിങ്ങൾ കെ ബാബു ആയാലും അതുപോലുള്ള രമേശ് ചെന്നിത്തല വരെയുണ്ട്. കെ എം മാണിക്കെതിരെയാണ് നിങ്ങളുടെ ആരോപണം. നിങ്ങൾ ബജറ്റ് സ്തംഭിപ്പിച്ചത് പോലും, നിയമസഭയിൽ അത്ര വലിയ കയോസ് ഉണ്ടാക്കിയത് പോലും മാണിക്കെതിരെയാണ്. ആ മാണി കോഴ വാങ്ങിയെന്ന നിലപാട് നിങ്ങൾക്കുണ്ട്, രാഷ്ട്രീയ നിലപാട്. എന്നിട്ട് നമുക്ക് അന്വേഷിക്കാലോ. അത് അന്വേഷിക്കട്ടെ. അതല്ലേ പറഞ്ഞത്, എല്ലാ കാര്യം അന്വേഷിക്കണം. UDFന്റെ കോഴ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. LDFന്റെ ഗവൺമെന്റ് വന്നു, അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. ലിജീഷ്, അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിക്കണ്ടേ? ഇത് പണപ്പിരിവ് നടന്നു. ഇതിനകത്ത് എന്ത് കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലാവും. പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നത് പണപ്പിരിവ് നടത്തിയെന്ന് ഇതിനകത്ത് പറയുന്നത് ഈ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ശബ്ദമാണ് പുറത്തു വരുന്നത്. അത് പോരെ നിങ്ങൾക്ക്? അതിനകത്ത് എന്താ പറയുന്നത്? 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ കോഴ വാങ്ങിയോ അതുപോലുള്ള സംവിധാനങ്ങളാണോ? അല്ല, 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ അത് കൊടുത്തു ഇല്ലെന്നുള്ളതാണ് ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ അയാൾ ആവശ്യപ്പെടുകയാണ്. അവിടെ പണപ്പിരിവ് നടന്നോ? അത് ആർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണമല്ലോ. അതല്ലേ പറഞ്ഞത്, സമഗ്ര അന്വേഷണം നടക്കണം. ഇന്ന് MP രാജേഷ് ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, സമഗ്ര അന്വേഷണം നടക്കണം. ഇത് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയാണ്. അല്ല, ഏതെങ്കിലും ഒരു മദ്യ വ്യവസായി വന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് LDFന്റെ ഗവൺമെന്റ് പണം വാങ്ങിയെന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വകവെച്ച് തരികയാണോ? ഓക്കെ ലിജീഷ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സമഗ്ര അന്വേഷണം പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഇത് ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കണം, അതല്ല ഇത് അഴിമതിക്ക് വേണ്ടി പണം പിരിച്ച് കൈമാറാൻ വേണ്ടിയായിരുന്നു അന്വേഷിക്കണം. അതിനാണല്ലോ സമഗ്ര ഒരു നിമിഷം സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതൊരു തെറ്റായ കാര്യം സർക്കാരിനെതിരെ ആരോപിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണോ എന്ന് അന്വേഷിക്കണം. അതല്ല ഈ പണപ്പിരിവ് നടത്തി സർക്കാരിൽ ആർക്കെങ്കിലും കൊടുക്കാനാണോ, പാർട്ടിക്ക് കൊടുക്കാനാണോ എന്ന് അന്വേഷിക്കണം. ഇതാണല്ലോ സമഗ്ര അന്വേഷണം. ആ സമഗ്ര അന്വേഷണം നടക്കുമ്പോൾ എക്സൈസ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ? എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്യ വ്യവസായി ഒരാളെ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ചാനൽ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ട് ഈ പറയുന്ന MP രാജേഷിനെ പോലുള്ള ആൾ രാജിവെക്കാനാണ് നിങ്ങൾ പറഞ്ഞത്? അതാണ് തെറ്റ്. ഞാൻ പറയട്ടെ അജിംസേ, ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ഈ പറയുന്ന മദ്യനയം വരാൻ വേണ്ടി പോകുന്നു, ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നു, ബാറിന്റെ ഇതിന്റെ സമയം നീട്ടാൻ വേണ്ടി പോകുന്നു എന്ന രൂപത്തിൽ നിങ്ങൾ വാർത്തകൾ ചടച്ചുവിടുക. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ഒരു ഫോൺ കോൾ വരിക, എന്നിട്ട് പറയാം മന്ത്രി രാജിവെക്കണം. അതാണ് ഗൂഢാലോചന. ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഗൂഢാലോചന ഇവർ ഇത്തരത്തിലുള്ള ഫോൺ കോൾ പുറത്തുവിടുന്നത്.